മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ ഒരു അറുവ കേവ് ഉണ്ട്. ആ അറുവ കേവിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് ഒരു സുഭാഷിതം കേൾക്കാം. വാചാമിത്രത്വമായാതി വാചൈവായാതി ശത്രുതാം ഇതി വിജ്ഞായ സംഘാർത്ഥി സദാ വാചം യമോ ഭവേത്. വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വർത്തമാനത്തിലൂടെയാണ് സൗഹൃദവും അതേ വർത്തമാനത്തിലൂടെയാണ് ശത്രുതയും ഉണ്ടാകുന്നത്. അപ്പോൾ മിത്രത്വത്തെയും ശത്രുത്വത്തെയും നൽകുന്നത് വാക്കാണ്. അതുകൊണ്ട് സംഘാർത്ഥി, ഒരു സംഘമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ, ഒരു സാമൂഹിക പരിതസ്ഥിതിയിൽ ഒന്നിച്ച് എല്ലാവരുമായിട്ട് ഇടപഴകി കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും വാചം യമനായിരിക്കണം. വാചം യമൻ എന്ന് പറഞ്ഞാൽ വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനായിരിക്കണം. കാരണം വാക്കുകൾ നമ്മൾ പറയും ജിതം സർവം ജിതേ രസേ എന്നാണ്. നാവിനെ ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നാണ്. അത് വർത്തമാനത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സദാ വാചം യമോ ഭവേത്, വാക്കിനെ നിയന്ത്രിക്കുക. സുഭാഷിതം കേൾക്കാം. വാചാമിത്രത്വമായാതി വാചൈവായാതി ശത്രുതാം ഇതി വിജ്ഞായ സംഘാർത്ഥി സദാ വാചം യമോ ഭവേത്. അറുവ കേവിൻ്റെ സമീപത്തു നിന്നും ഷില്ലോങ്ങിൽ നിന്ന് ഒരു സുഭാഷിതം.